എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് യാതൊരു രോഗവും വന്നിട്ടില്ല. ഞാൻ ആശുപത്രിയിലും പോയിട്ടില്ല. അത് എൻ്റെ ഓർമ്മയുള്ള കാലം എന്നല്ലെങ്കിൽ ഞാൻ തിളപ്പിച്ച വെള്ളം കുടിക്കാറില്ല. പുള്ളി കൊണ്ടുപോയി ആദ്യം തന്നെ കൊണ്ടുപോയി കിണറ്റിലണ്ട് ഇട്ട്, കിണറ്റിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ 8:30 ആയപ്പോൾ എന്നെ വിളിക്കുകയാണ്. അകിട് വീക്കം വരില്ല, തലേറിയ വരില്ല, കുളമ്പ് രോഗം വരില്ല. ഇതൊക്കെ രോഗാണു നിമിത്തം പശുക്കൾക്കുണ്ടാകുന്ന രോഗങ്ങളാണ്. ഇപ്പൊ എന്റെ വീട്ടിലെ കിണറിന്റെ ഒരവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ മൊത്തത്തില് ആകെ കാട് പിടിച്ചിരിക്കുന്നതിന് ഒരു മരമൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഒരു 90% നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കിണറിന്റെ അകത്ത് നോക്കി കാണാൻ പറ്റും. മൊത്തത്തിലൊന്ന് ആ കാടൊക്കെ ഒന്ന് പറിച്ചളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന വെള്ളം നല്ല ക്രിസ്റ്റൽ പരുവത്തിലേക്ക് മാറ്റിയെടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ശംഖുഭസ്മമാണ്. ഇപ്പൊ ഇത് നമ്മൾ 1 കിലോ ഇതിലേക്ക് ഇടാൻ പോണേണ്. അപ്പൊ നമ്മൾ ആദ്യം 1 കിലോ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിച്ചിടാൻ പോണേണ്. അപ്പൊ രണ്ടാമത്തെ പാക്കറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 2 കിലോ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ നമുക്ക് നാളെ രാവിലെ നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. കാരണം കമ്പനി പറയണത് വെച്ചാൽ അതിന്റെ അടിത്തട്ട് വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്നാണ് പറയണത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ ഒരു 2 കിലോ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അത്രയ്ക്ക് ക്ലിയർ അല്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു 2 കിലോ കൂടി നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ടൈം എന്ന് പറഞ്ഞാൽ ഉച്ച ടൈമാണ്. ഇതിൽ അതിന്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ടോട്ടല് നമ്മളൊരു 4 കിലോ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലെ ഒരു 2 കിലോ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ ഒരു 2 കിലോ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടൈം ഉച്ച ടൈമാണ്. ഇപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ല ക്ലിയർ ക്രിസ്റ്റൽ പരുവത്തിലേക്ക് പറഞ്ഞ രീതിയിൽ നല്ല ക്രിസ്റ്റൽ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടിത്തട്ട് കാണാൻ പറ്റണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിത്തട്ട് നമുക്ക് ഈ കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ മൊബൈൽ ക്യാമറയിലൂടെ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ തൊട്ടി അത് എൻഡിൽ പോയിട്ട് തട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയില്. അപ്പൊ നല്ല ക്രിസ്റ്റൽ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീൻ മോളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നല്ല ക്രിസ്റ്റൽ പരുവത്തിലോട്ട് ശരിക്കും വന്നിട്ടുണ്ട് വെള്ളം. അപ്പോ റിസൾട്ട് കണ്ടില്ലേ? ഏകദേശം ഒരു 4 കിലോ ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്തത്. അപ്പൊ നമുക്ക് ക്രിസ്റ്റൽ പരുവത്തിലോട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിന്റെ നിർമ്മാതാവായിട്ടുള്ള ജോയിച്ചനോട് തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ജോയിച്ചന്റെ വീട് വരുന്നത് കൊടുങ്ങല്ലൂരാണ്, തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്കും അറിവിലേക്കും നമുക്ക് കടക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മളിതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, നമ്മളൊരു ക്യാഷ് മേടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഗതം വീഡിയോയിലോട്ട്. ജോയിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. പശുവിനെ ഒരു സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ, കാൽസ്യം സപ്ലിമെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ശംഖുഭസ്മം നമ്മൾ അങ്ങനെയാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റും? കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, എറണാകുളത്തെ ഒരു സുഹൃത്തുണ്ട്, കുന്നംകുളം സ്വദേശിയാണ്. അപ്പൊ അത് ഡിസംബർ അല്ല ജനുവരി തുടങ്ങി ഇദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പാണ് വെള്ളത്തിന് ടൈറ്റ് ആവുമല്ലോ, ഡിസംബർ ആകുമ്പോൾ തുടങ്ങി. അപ്പൊ അങ്ങനെ പുള്ളിയുടെ വെള്ളമൊക്കെ കലങ്ങി എന്ന് പറഞ്ഞ് അങ്ങനെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് ഇവിടെ pH മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൊണ്ടുപോയി പുള്ളി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ പറയുകയാണ്, തിങ്കളാഴ്ച തിരിച്ചു വന്നപ്പോ പറയുകയാണ്, ചോദിച്ചിട്ട് വെള്ളം വളരെ മോശമാണ്, pH 4.8 ആണ്, TDS 350 ആണ്, എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു ഫിൽറ്റർ വാങ്ങിയിട്ട് വെച്ചു കൊടുക്ക്, വീട്ടില് അപ്പനും അമ്മയും ഉള്ളതല്ലേ, വെള്ളം നല്ല വെള്ളം കുടിക്കട്ടെ. അങ്ങനെ പിന്നത്തെ ആഴ്ച വീണ്ടും പോയപ്പോ എന്റെ അടുത്തുനിന്ന് ഇത് ശംഖുഭസ്മം കൊണ്ടുപോയി. എന്ന് വെച്ചാൽ പശുവിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. പുള്ളി കൊണ്ടുപോയി ആദ്യം തന്നെ കൊണ്ടുപോയി കിണറ്റിലങ്ങോട്ട് ഇട്ട്, കിണറ്റിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ 8:30 ആയപ്പോ എന്നെ വിളിക്കുകയാണ്, ചോദിച്ചിട്ട് എന്റെ കിണറ്റിലെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയി കിടക്കുന്നു, മക്കള് എടുത്തിട്ടുള്ള സ്പൂണ്, വീട്ടിലെ കുറെ സാധനങ്ങൾ വരെ ഇപ്പൊ കൃത്യമായിട്ട് കിണറിന്റെ അടിയിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിക്കുകയാണ്. എത്ര ലിറ്റർ ഉണ്ടാവും? പുള്ളി അന്ന് 5 കിലോ ഇട്ട് ഈ ഫസ്റ്റിൽ. കാരണം വെച്ചാൽ പുള്ളി ആകെ ഡെസ്പായി പോയി, വെള്ളം മൊത്തം മോശമാണെന്ന് കണ്ടപ്പോൾ. അപ്പൊ അങ്ങനെ 5 കിലോ ഇട്ട് ഇത്രയും ക്ലാരിറ്റി പുള്ളിക്ക് കിട്ടി. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്ക് ആ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു പാട്ടിനെ, കുന്നംകുളത്ത് തന്നെ വാട്ടർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടിനെ ഞാൻ വിളിച്ച് അവരോട് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെ അവര് പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അതിന്റെ TDS 100-ൽ താഴെയായിട്ട് കുറഞ്ഞു. 350 TDS എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ്. അത് 350 മേലെ ഉണ്ടായിരുന്ന കിണറ്റില് 100-ൽ താഴെയായിട്ട് കുറഞ്ഞു ഖരമാലിന്യങ്ങള്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന pH അസിഡിക് ആയിരുന്നു, 4.8 ആയിരുന്നു. അത് ഏകദേശം 7.8 ഉയർന്ന് ആൽക്കലൈൻ വെള്ളമായിട്ട് കിട്ടി. ഇത് മനസ്സിലാക്കിക്കുക. അപ്പൊ ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ തൊട്ട് ആ കിഴക്കേ വീട്ടിലെ കിണറ്റിൽ കൊണ്ട് ഞാനിത് ടെസ്റ്റ് ചെയ്തു. അവിടെ ഇതേപോലെ 300-നടുത്തായിരുന്നു TDS. ഞാൻ പിറ്റേ ദിവസം അവിടെ പോയി ചെക്ക് ചെയ്തപ്പോൾ ഇതിന് TDS 100-ൽ താഴെയായിട്ട് കുറഞ്ഞു. അസിഡിറ്റി ആയിരുന്ന വെള്ളം ഇവിടെ 5 ഉണ്ടായിരുന്നു pH.
5 pH 7.4 ഇവിടെ ഉയർന്നു. അങ്ങനെയാണ് നമ്മളിത് ബോധ്യം വന്നത്. അങ്ങനെ ഞാൻ എന്റെ പല സുഹൃത്തുക്കൾക്കും കൊടുത്തു. അവരെല്ലാരും കൊണ്ടുപോയി ഉപയോഗിച്ച് എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ റിസൾട്ട് കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ശുദ്ധവെള്ളത്തിന്റെ ഏറ്റവും ബേസിക്, നമുക്ക് കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ക്രിസ്റ്റൽ ക്ലിയർ. അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചില ജില്ലകളിലുണ്ടല്ലോ നമ്മുടെ വെള്ളം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഇരുമ്പിന്റെ ഒക്കെ അംശം കൂടുതലായിക്കോളും, കളർ തന്നെ ചിലപ്പോ ഒരു അതെ 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 പിന്നെ ഒരു കട്ടിപ്പും ഉണ്ടാവും. അതൊക്കെ ഇതൊക്കെ മാലിന്യങ്ങളാണ്. അതെ, ശുദ്ധജലത്തിലെ മാലിന്യങ്ങളാണ് ഇതെല്ലാം. അതെ അതെ ഇത് ഇതേപോലെയുള്ള ഒരു കൊയാഗ്ലന്റ്, ഇതേപോലുള്ള ഒരു വസ്തു സാധാരണ രീതിയില് ആലം, പിന്നെ സോഡിയം ബൈകാർബണേറ്റ്, ഇങ്ങനെ പല കെമിക്കൽസും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുക. നമ്മളതിന് പകരം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുത്തു. ആലം അല്ലെങ്കിൽ ഇത് സോഡിയം ബൈകാർബണേറ്റ് എന്നൊക്കെ പറഞ്ഞ കെമിക്കൽ ബേസ്ഡ് ആണ്. ഇതൊന്നുമല്ല, പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മിനറലാണ് ഈ ശംഖ് എന്ന് പറയുന്ന സാധനങ്ങൾ. ഈ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സീഷൽ ഫാമിലിയിൽപ്പെട്ട സാധനങ്ങള് ഒരു മിനറലാണ്. CaCO3 എന്ന് പറയും, കാൽഷ്യം കാർബണേറ്റ്. അതിനെ നമ്മൾ ചൂടാകാതെ പൊടിക്കുകയാണ്. അപ്പൊ അവിടെ തീരെ ഓക്സിഡേഷൻ വരുന്നില്ല. അപ്പൊ ആ സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാൻ എടുക്കുന്നത്. ഇതിൽ യാതൊരുവിധ കെമിക്കൽസ് ഇല്ല. നമ്മൾ കടലിൽ നിന്ന് ശേഖരിക്കുന്ന സീഷെൽസ്, ശംഖ്, പേള്, അതിന്റെയൊക്കെ ഷെല്ലുകൾ മാത്രം എടുത്താണ് ഉപയോഗിക്കുന്നത്. അതും തീരെ ചൂടാകാതെ വെറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രോസസ് ചെയ്തെടുക്കുന്നത്. ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോളി ബാക്ടീരിയകളുടെ ഒക്കെ ഒരു അംശം ഇതിൽ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കൺട്രോൾ വരുന്നുണ്ടോ? ഈ കോളി അതുപോലെ സാലമോണില മുതലായ ബാക്ടീരിയാസ് സാധാരണ വീടുകളിലെ കിണറുകളിൽ ഉണ്ടാവാറുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അസിഡിക് ആയ വെള്ളമായതിന്റെ പേരിലാണ്. ഇത് ആൽക്കലൈനിലോട്ട് എത്തുകയാണ്, 7 മേലെ പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കോളി, സാലമോണില മുതലായ ബാക്ടീരിയാസ് ചത്തുപോകും. അവിടെ അതിന് ജീവിക്കാൻ കഴിയില്ല. വെള്ളം ശുദ്ധീകരിച്ച് കിട്ടാനായിട്ട് നമ്മുടെ കിണറ്റില് ഒരു 650 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അതിന് 1 കിലോ വെച്ചാണ് നമ്മൾ ഇടേണ്ടത്. അങ്ങനെ ഇപ്പൊ നമുക്കിപ്പോ ഒരു 3000-4000 ലിറ്റർ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ × 4, അപ്പൊ ഒരു 4 കിലോ ആദ്യത്തെ ദിവസം ഇടുക. പിന്നെ നമ്മുടെ വെള്ളത്തിലെ ടോക്സിനിറ്റി, അസിഡിറ്റി, പിന്നെ TDS, ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ്, ഇവ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഇടേണ്ടി വരും. എന്നുവെച്ചാൽ നമ്മുടെ വാട്ടർ സോഴ്സ് വളരെ മോശമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതെങ്ങനെ ഇടുമ്പോ നമ്മള് ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ കിലോ ഇടുക. ഇപ്പൊ ആദ്യത്തെ ദിവസം നമ്മളൊരു 4 കിലോ ഇടുക. ഉച്ചയ്ക്ക് ശേഷം ഓരോ മണിക്കൂർ വെച്ചിട്ട് 4 മണിക്കൂർ സമയം എടുത്തുകൊണ്ട് ഇടുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കിണറ്റിലെ വെള്ളം നോക്കുക, ക്രിസ്റ്റൽ ക്ലിയർ ആയോ, വെള്ളത്തിനടിയിലുള്ള മണ്ണ് നമ്മൾ കാണുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അത് കാണുന്നുണ്ട് എങ്കിൽ നമ്മള് 1 കിലോ കൂടി അന്ന് ഇട്ടാൽ മതിയാവും, ഇടുക. അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 1-2 മാസത്തേക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടും. വീണ്ടും നമ്മുടെ ക്ലാരിറ്റി കുറയണ നേരത്ത് നമ്മൾ വീണ്ടും 1 കിലോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായിട്ടുണ്ടെങ്കിലും നമുക്കൊരു 2 മാസം കൂടുമ്പോൾ 1 കിലോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ആൽക്കലൈൻ ക്വാളിറ്റിയുള്ള വെള്ളം കിട്ടും. ഇപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. നമ്മളിപ്പോ ഇത് പാർസൽ സർവീസ് വഴി അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കിലോ എത്ര രൂപയാണ്? 140 രൂപയ്ക്കാണ് ഇപ്പൊ നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോ നമ്മള് പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മള് കക്കയാണ്, അതായത് നമ്മള് കുമ്മായത്തിന് മുമ്പുള്ള സ്റ്റേജ് ഉണ്ടല്ലോ, അത് നമ്മള് കാരണന്മാരായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു തുണിയിൽ കിഴി കെട്ടിയിട്ട് കിണറ്റിലിട്ടിട്ടുള്ളതായിട്ടാണ്. അതിനാണ് ഈ ചെലവ് ചുരുക്കി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പൊ നമുക്ക് ഇത്രയും ചെലവിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലുള്ള പ്രോബ്ലം എന്താന്ന് വെച്ചാല് ഈ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം തന്നെ ഓക്സിഡൈസ് ചെയ്യും. ആ ഓക്സൈഡ്സും കൂടി നമ്മുടെ വെള്ളത്തിലോട്ട് വരും. എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ക്ലാരിറ്റിയോ പ്യൂരിറ്റിയോ കിട്ടില്ല കുമ്മായിട്ടാല്. ന്യൂട്രലായിട്ട് കിട്ടില്ല. ന്യൂട്രലായിട്ട് വരും. pH നമുക്ക് 14 വരെ കൊണ്ടുപോകാം കുമ്മായിട്ടാല്. പക്ഷെ ഈ വെള്ളത്തിന്റെ ക്ലാരിറ്റിയും പ്യൂരിറ്റിയും കുമ്മായിട്ടാ കിട്ടില്ല. കാരണം കുമ്മായത്തില് ഓക്സൈഡ്സ് പലതും ഉണ്ട്. ആ ഓക്സൈഡ്സ് ഒക്കെ വെള്ളത്തിലോട്ട് വരും. ഇതിനകത്ത് ഓക്സൈഡ്സ് ഇല്ല, കാരണം നമ്മളിത് ചൂടാക്കാത്ത പൊടിക്കുന്നതിന്റെ പേരിൽ ഇതിനകത്ത് ഓക്സൈഡ്സ് ഇല്ല. ഇത് CaCO3 തന്നെയാണ്. ഇത് 4ലോട്ട് പോകുന്നില്ല. കുമ്മായിട്ടുണ്ടെങ്കിൽ 5-6 ദിവസത്തേക്ക് മാത്രം കിട്ടുള്ളൂ. അത് ഫാസ്റ്റ് ആയിട്ട് pH ഫാസ്റ്റ് ആയിട്ട് ഉയരുകയും ചെയ്യും, അതേപോലെ പെട്ടെന്ന് കുറയുകയും ചെയ്യും. ഈ ഇട്ട ഈ ശംഖുഭസ്മം ഉണ്ടല്ലോ, അത് വെള്ളമായിട്ട് ലയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അടിത്തട്ടി പോയി കിടക്കുകയാണ് ചെയ്യുന്നത്? അത് അടിത്തട്ടി കിടന്നുകൊണ്ട് കൊയാഗുലേഷൻ നടത്തും. ഇത് വെള്ളത്തിൽ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നെഗ്ലിജിബിൾ പെർസെന്റേജ് വെള്ളത്തിലോട്ട് കയറുള്ളൂ. പക്ഷെ കൊയാഗുലേഷൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഇതാണ്.
സ്ലോ റിലീസിംഗ് ആണോ? റിലീസിംഗ് ആണ്. അതെ അല്ലേ. കുമ്മായം വളരെ ഫാസ്റ്റ് റിലീസിംഗ് ആണ്. അതിന്റെ പേരിലാണല്ലോ നിങ്ങളുടെ തുണിയിൽ കെട്ടിയിടുന്നത്. അതെ അതെ അതെ. ഇത് വെറുതെ വെള്ളത്തിൽ ഇടുകയല്ലേ ചെയ്യുന്നത്. അതെ അതെ. രണ്ടും തമ്മിൽ വ്യത്യാസം അല്ലേ. പിന്നെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും വരുന്നുണ്ട് ഇപ്പൊ. ഈ ജലശുദ്ധീകരണത്തിന് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ടീമുകൾ വരുന്നുണ്ട്. അപ്പൊ അവർ കൊണ്ടുപോകുന്നുണ്ട്. ആൽക്ലൈൻ വെള്ളം കിട്ടും. അതെ അല്ലേ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കുടിക്കേണ്ട വെള്ളം ശരിക്കും എന്താണ്? ആൽക്ലൈൻ വെള്ളം. നമ്മുടെ ശരീരത്തിന്റെ pH പ്രകൃതി ഡിസൈൻ ചെയ്തേക്കുന്നത് 7.45 മുകളിലാണ്. അപ്പൊ നമ്മൾ കുടിക്കേണ്ട വെള്ളവും 7.45 മുകളിലാണ്. നമ്മൾ അസിഡിക് വെള്ളം കുടിക്കാൻ പാടില്ല. ഇപ്പൊ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എടുത്ത് നോക്കിക്കോളൂ. അവിടെ വെള്ളത്തിന്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞേക്കുന്നതിൽ pH പറഞ്ഞേക്കുന്നത് 7.1 മേലെയാണ്. പല കമ്പനികളിലും 7.8 വരെയാണ് ഉള്ളത്. അതിപ്പോ പലരും ചേർക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിച്ചിട്ടാണ് അവർ pH ഇംപ്രൂവ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ ഗ്രൗണ്ട് സോഴ്സ് മിക്കവാറും അസിഡിക് ആണ്. ഫിൽറ്ററിലെ കാരം വരുന്നുണ്ടോ? ഫിൽറ്ററിലെ കാട്രിഡ്ജുകളില്ലേ, അതിനകത്ത് ഒരു കാട്രിഡ്ജ് ആൽക്ലൈൻ കൺവേർഷന് വേണ്ടിയിട്ട് സോഡിയം ബൈകാർബണേറ്റിന്റെ ഗ്രാനുൾസ് യൂസ് ചെയ്തിട്ടുള്ള കാട്രിഡ്ജ് ഉണ്ട്. അതാണ് ഇപ്പൊ നമുക്ക് വാങ്ങുന്ന പൈസ കൂടുതൽ കൊടുത്ത് വാങ്ങുന്ന എന്ന് വെച്ചിട്ട് ആസിഡിറ്റി മാറ്റിയിട്ട് ആൽക്ലൈൻ വെള്ളം തരുന്ന ഫിൽറ്ററുകൾ ഉണ്ട്. അതിനകത്ത് സോഡിയം ബൈകാർബണേറ്റ്